Hello friends, welcome back to my channel. Friends, അപ്പോൾ നമ്മൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ട് 3 ആഴ്ചയായി. കാരണം +2 എക്സാം നടക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വളരെ ഹാപ്പിയാണ്. ഫ്രീ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു കിടിലൻ ലൈഫ് ഹാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് മൊബൈലിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് ഒക്കെ കൂടുതൽ വരാറുണ്ട്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനം ഒരു ഫോൺ, പിന്നെ ഒരു സ്പോഞ്ച് ഷീറ്റാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യം നിങ്ങൾ ഫോൺ എടുത്തിട്ട് ഇത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നിങ്ങളുടെ മൈക്കിൻ്റെ ഭാഗം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സംഭവം നൈസായിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് സൗണ്ട് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നതാണ്. അത്യാവശ്യം സൗണ്ട് ഡിസ്റ്റർബൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പം ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിൻ്റെ വർക്ക് എന്താണെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ആദ്യമേ ഫിൽറ്റർ ഇടാതെ സൗണ്ട് റെക്കോർഡ് ചെയ്യുവാണ്. ഞാനിവിടെ റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് നമുക്ക് ഇതിൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഫിൽറ്റർ ഇല്ലാതെ നമുക്ക് ഇത്രയും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. ഇനി നമുക്ക് ഫിൽറ്റർ ഇട്ടിട്ട് എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതേ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൈക്കിലാണ് നമ്മളിപ്പം സൗണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫിൽറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഫ്രണ്ട്സ്, അപ്പം ഇതൊരു കിടിലൻ ലൈഫ് ഹാക്കാണ്. ഫ്രണ്ട്സ്, ആദ്യമേ ഞാനിത് ചെയ്തപ്പം അത്ര സക്സസ്ഫുൾ ആയില്ല. കാരണം ഈ മെറ്റീരിയലിന് ഇത്ര കട്ടി പോരായിരുന്നു. ഫ്രണ്ട്സ്, അപ്പം ഞാൻ കുറച്ച് ഹാർഡ് നോക്കിയുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തപ്പോൾ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഫ്രണ്ട്സ്, വീഡിയോ തീരുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഗീവ് അവേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഗീവ് അവേയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗീവ് അവേയിൽ പങ്കെടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഞാൻ ഗീവ് അവേയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കണ്ടുകിട്ടാം. അതുവരേക്കും ബൈ.